സോ ഈ മൂന്നെണ്ണത്തിനെയും തകർക്കാതെ RSS ഒരു ഓർഗനൈസേഷനായിട്ട് നമ്മൾ റെസിസ്റ്റൻസ് മുന്നിൽ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് എന്താണെന്ന് വെച്ചാൽ പുള്ളി അതിൽ നന്നായിട്ട് നറേറ്റ് ചെയ്യും. ഇതിൽ നമ്മൾ ഫസ്റ്റ് ആര്യൻ സുപ്രീമസിയും ഈ മനുസ്മൃതിയും ഈ ചാതുർവർണ്ണ എന്ന വർണ്ണാശ്രമ ധർമ്മവും മൂന്നും ഉള്ളത് ഹിന്ദുയിസത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടല്ല, അത് ബ്രാഹ്മണിസത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള സിസ്റ്റംസ് ആണ്. അത് ഹിന്ദുയിസമിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ RSS ആൻറ്റി ഹിന്ദു ആൻഡ് പ്രോ ബ്രാഹ്മിൺ ആണ് എന്നുള്ള ഒരു വാസ്തവത്തെ നമ്മൾ നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ നമ്മളത് സ്പ്രെഡ് ചെയ്യണം. ഫസ്റ്റ് ആ ഒരു അവേക്കനിങ്, ആ ഒരു റിയലൈസേഷനാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്. ഇപ്പോൾ RSS ഹിന്ദുക്കളുടെ ഏകൈക കസ്റ്റോഡിയനാണ്. ഫാദർ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം വേണമെന്ന്. ആ പ്രസ്ഥാനം RSS അല്ല. എന്തുകൊണ്ട്? അവർ എന്താണെന്ന് വെച്ചാൽ അവർ ഹിന്ദുക്കളെ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെറും ബ്രാഹ്മണിസമാണ്, ഒരു 3% ഓഫ് ദിസ് ഇന്ത്യൻ പോപ്പുലേഷൻ മാത്രമാണ് എന്നുള്ള വാസ്തവത്തെ നമ്മൾ ബഹുജനരായ ഹിന്ദുക്കളിൽ നമ്മൾ ഒരു അവേക്കനിങ് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ട്. സോ ഈ ഒരു എന്തുകൊണ്ടാണ് ലോകത്തിൽ ബ്രാഹ്മണരുടെ മൊത്തം ജനസംഖ്യ വെറും 3% മാത്രമുള്ളത്? ഈ ചോദ്യത്തിന് ഉള്ള വ്യക്തമായ ഉത്തരം ഇവിടെ നൽകുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. RSSനെ തകർക്കാൻ വേണ്ടി ബംഗളൂരുവിൽ നിന്നുള്ള ദളിത് ആക്ടിവിസ്റ്റായ TP സീതാലക്ഷ്മി കൊച്ചിയിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്നത് കേൾക്കുക. ഹിന്ദു ഐക്യം തടയാൻ സ്വദേശത്തും വിദേശത്തുമുള്ള ഹിന്ദു വിരുദ്ധ ശക്തികൾ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി പറഞ്ഞു വരുത്തുന്ന നുണകൾ തന്നെയാണ് സീതാലക്ഷ്മിയും ഇവിടെ ആവർത്തിക്കുന്നത്. ഈ നുണപ്രചാരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ദളിതരെ കൂടുതൽ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയും അവർക്ക് അമിത പ്രാധാന്യം നൽകുകയും ഈ രാജ്യത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകിയ ബ്രാഹ്മണരെയും മറ്റ് സവർണ ഹിന്ദുക്കളെയും അവഗണിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. പല തലമുറകൾ അച്ചടക്കത്തോടെ ജീവിച്ച് ഭാരതീയ സംസ്കാരത്തെ മൂല്യവത്തും കരുത്തുറ്റതുമാക്കിയ ബ്രാഹ്മണരെയും സവർണ ഹിന്ദുക്കളെയും സംരക്ഷിച്ച് പരിപാലിക്കുന്നതിന് പകരം അവരെ നിന്ദിക്കുന്നതും വിദ്വേഷിക്കുന്നതുമാണ് ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കണ്ടുവരുന്നത്. ഈ രാഷ്ട്രീയ നയവും അതിന് പ്രകാരമുള്ള നടപടികളും എല്ലാ പ്രകാരത്തിലും ഈ രാജ്യത്തെ ശിഥിലമാക്കും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഒരു നല്ല ശതമാനം ക്രിമിനൽ കേസുകളിലെ പ്രതികളാണെന്ന കാര്യം നമ്മൾ മറക്കരുത്. ഇവിടെ നൽകിയിരിക്കുന്ന സീതാലക്ഷ്മിയുടെ വീഡിയോ ക്ലിപ്പിൽ ഇന്ത്യയിൽ ബ്രാഹ്മണരുടെ ജനസംഖ്യ വെറും 3% എന്ന് സീതാലക്ഷ്മി പറയുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നും സുപ്രധാനമായ ഒരു കാര്യം പറയുവാനുണ്ട്. അതിനു മുമ്പ് ഇവിടെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, ഈ ഉള്ളവൻ ബ്രാഹ്മണവർണ്ണത്തിൽപ്പെട്ട വ്യക്തിയല്ല, RSS ശാഖയിൽ ഒട്ടു പോയിട്ടുമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവുമല്ല. അതിനാൽ BJP ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ പറയാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങൾ ഇവിടെ പറയുവാൻ ധൈര്യക്കുറവുമില്ല. വിദ്യാഭ്യാസത്തിന് ശേഷം ജോലി സംബന്ധമായി ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ എനിക്ക് തമിഴ്നാട്ടിലെ ബ്രാഹ്മണരെയും ഇതര ജാതിക്കാരെയും മതസ്ഥരെയും ഇവരുടെയെല്ലാം ജീവിതശൈലിയെയും നേരിട്ട് മനസ്സിലാക്കുവാനുള്ള അവസരങ്ങൾ ലഭിച്ചു. ഇതിനും പുറമെ തമിഴ്നാട്ടിലെ ഗ്രാമാന്തരങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ചില തമിഴ് ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നതും സ്ഥിരമായി കാണാറുണ്ട്. ഇതിൽ നിന്നും ഒരു കാര്യം തീർത്ത് പറയുവാൻ സാധിക്കും.
Brahmins are the best living specimen of humanity, especially amongst Hindus. As is natural, there are some exceptions even in this community too. For example, the deceased EMS Namboodiripad, VT Bhattacharya, etc. But let us keep them aside for the time being. ശ്രേഷ്ഠമായ വ്യക്തിത്വങ്ങളെ ഒരു സമൂഹത്തിനും മാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇത് ഇന്ത്യയിലെ ബ്രാഹ്മണ ജനസംഖ്യയിൽ നിന്നും മനസ്സിലാക്കുകയും ചെയ്യാം. ക്വാണ്ടിറ്റി വേഴ്സസ് ക്വാളിറ്റിയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും. TP സീതാലക്ഷ്മി തൻ്റെ പ്രസംഗത്തിൽ ഇന്ത്യയിലെ ബ്രാഹ്മണർ 3% മാത്രമാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യവും ഇതുതന്നെയാണ്. ബ്രാഹ്മണരെയും ബ്രാഹ്മണ്യത്തെയും വ്യവസ്ഥാപിതമായി വളഞ്ഞിട്ടാക്രമിക്കുന്ന ഒരു പദ്ധതി തുടങ്ങിവെച്ചത് ഭാരതത്തിൽ കാലുകുത്തിയ ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഇതിനും പുറമെ യൂറോപ്യൻ ആശയങ്ങളുടെ സ്വാധീനത്താൽ, പ്രത്യേകിച്ച് ആന്റോണിയോ ഗ്രാംഷിയുടെ ചിന്തകളാൽ സ്വാധീനിക്കപ്പെട്ട് ബ്രാഹ്മണ്യത്തെ അപകീർത്തിപ്പെടുത്തി നിന്ദിക്കാൻ ബ്രാഹ്മണിക്കൽ ഹിന്ദുയിസം, ബ്രാഹ്മണിക്കൽ ഹെജിമണി, ബ്രാഹ്മണിക്കൽ പൈട്രിയാർക്കി എന്നൊക്കെയുള്ള ബ്രാഹ്മണ വിദ്വേഷം സ്ഫുരിപ്പിക്കുന്ന പദപ്രയോഗങ്ങൾ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള അക്കാദമിക് വൃത്തങ്ങളിൽ ഉപയോഗിക്കാൻ തുടങ്ങി എന്നതും നാം അറിയണം. ബ്രാഹ്മണരെ ആക്രമിക്കുന്നതിലൂടെ തങ്ങളുടെ സംസ്കാരത്തെയും മതത്തെയുമാണ് ആക്രമിക്കുന്നതെന്ന് ജാതി ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയിക്കാവുന്നതാണ്. കാരണം ഇത്തരം ആശയപരമായ ആക്രമണങ്ങളെ പ്രതിരോധിച്ച് ബ്രാഹ്മണർക്ക് ധാർമ്മികമായ പിന്തുണ നൽകുവാനുള്ള വ്യാപകമായ ഒരു നീക്കം ഇനിയും ജാതി ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ബ്രാഹ്മണ്യം എന്തെന്ന് ഹിന്ദു ശാസ്ത്രഗ്രന്ഥങ്ങളിൽ വ്യക്തമായ നിർവചനങ്ങളുണ്ട്. ഇന്നത്തെ ലോകത്തിൽ അപ്രകാരം ജീവിക്കാൻ ആവുകയില്ലെങ്കിലും തങ്ങളാൽ ആവും വിധം ആ ആദർശങ്ങളെ പിന്തുടർന്ന് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇന്ത്യയിലെ ബ്രാഹ്മണ സമൂഹത്തിൽ ഭൂരിപക്ഷവും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് ബ്രാഹ്മണ സമൂഹം തന്നെയാണ് സനാതനധർമ്മപ്രകാരം സംസ്കരിക്കപ്പെട്ട ഹിന്ദു സമൂഹത്തിലെ ഏറ്റവും നല്ല സ്പെസിമെൻസ്. ജീവനുള്ള മനുഷ്യൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തെയും സംസ്കരിച്ച് അവനെ ശ്രേഷ്ഠതയിലേക്ക് നയിക്കുന്ന സനാതനധർമ്മത്തിൻ്റെ പ്രായോഗിക വിജയത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇന്ത്യയിലെ ബ്രാഹ്മണർ. ബ്രാഹ്മണരിൽ തന്നെ പല വിഭാഗങ്ങളുണ്ടെങ്കിലും അവരുടെ ഗുണകർമ്മ മേന്മകളുടെ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും അവർ ഹിന്ദു സമൂഹത്തിൽ വിദ്വേഷിക്കപ്പെടേണ്ടവരല്ല, മറിച്ച് ആദരിക്കപ്പെടേണ്ടവർ തന്നെ. ഇവരെ ഹിന്ദു സമൂഹത്തിൽ നിന്ന് അടർത്തി മാറ്റി ഒറ്റപ്പെടുത്താനാണ് ദേശവിരുദ്ധ ശക്തികൾ ശ്രമിക്കുന്നത്. ഭാരതീയ ഹിന്ദു സമൂഹത്തിൻ്റെ ബ്രാഹ്മണ്യം എന്ന ശിരസ് അറുത്തു കഴിഞ്ഞാൽ ഹിന്ദു സമൂഹം ക്രമേണ കടപുഴകി വീഴും എന്ന് ഹിന്ദു വിരുദ്ധ ശക്തികൾക്ക് നല്ല ബോധ്യമുണ്ട്. ഈ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദുത്വം, BJP, RSS എന്നിവയെ വിദ്വേഷിക്കുന്ന പ്രോപ്പഗാൻഡയിൽ ബ്രാഹ്മണരെയും മനുസ്മൃതിയെയും ഉൾപ്പെടുത്തി ടാർഗറ്റ് ചെയ്യുന്നത്. നരവംശാസ്ത്രപരമായി ഭാരതത്തെ സംബന്ധിച്ചുള്ള അമൂല്യമായ ഡേറ്റയാണ് ജാതികളും അവയിലെ അംഗങ്ങളെ സംബന്ധിച്ച പൊതുമണ്ഡലത്തിലുള്ള വിവരങ്ങളും എന്നത് നാം മറക്കരുത്. നരവംശാസ്ത്രപരമായ ഈ ഡേറ്റ ഉപയോഗിച്ച് ഇതര ജാതികളും വർണ്ണങ്ങളുമായി ഒരു താരതമ്യ പഠനം നടത്തിയാൽ ബ്രാഹ്മണ്യം സമൂഹത്തിന് ഗുണകരമോ അല്ലയോ എന്ന് വ്യക്തമായും മനസ്സിലാക്കാം. സനാതനധർമ്മ സംസ്കാരത്തിൻ്റെ മഹിമ ബ്രാഹ്മണരെ മുൻനിർത്തിയുള്ള പഠനങ്ങളിൽ നിന്നും തീർച്ചയായും വ്യക്തമാകും. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അടിമകളായതിനാൽ ഇങ്ങനെയുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കി സാമൂഹ്യമായ സത്യങ്ങൾ ഉറക്കെ പറയുവാൻ BJPക്കോ RSSനോ പോലും ധൈര്യമില്ലെന്നതാണ് വാസ്തവം. ഭാരതത്തെ സംബന്ധിച്ച് ഈ സ്ഥിതിവിശേഷം ഏറ്റവും പരിതാപകരമാണ്. ഏകദേശം ഒരു 5 പതിറ്റാണ്ട് മുമ്പ് വരെ അപ്വേർഡ് സോഷ്യൽ മൊബിലിറ്റി എന്ന് കരുതിയിരുന്നത് ഭൗതികപരമായി നല്ല വിദ്യാഭ്യാസം, അതുമായി ബന്ധപ്പെട്ട് നല്ല ശമ്പളം കിട്ടുന്ന ജോലി, വീട്, കാറ്, ഫ്രിഡ്ജ്, മിക്സി, വാഷിംഗ് മെഷീൻ, മൊബൈൽ, AC തുടങ്ങിയ വൈറ്റ് ഗുഡ്സിൻ്റെ ഉടമസ്ഥത, വിനോദസഞ്ചാരം എന്നിവയായിരുന്നില്ല. മറിച്ച് ബ്രാഹ്മണൻ്റെ ജീവിതശൈലി ഉൾക്കൊണ്ടനുകരിച്ച് നല്ല മനുഷ്യരായി വർത്തിക്കുക എന്നുള്ളതായിരുന്നു
അപ്വേർഡ് സോഷ്യൽ മൊബിലിറ്റി ആയിട്ട് ജനങ്ങൾ ധരിച്ചിരുന്നത്. ഇന്ന് കാലം മാറിയതിനോടൊപ്പം സ്വകാര്യ ഉത്കർഷേച്ഛതയുടെ മാനങ്ങളും മാറുകയും ആത്മീയമായ ഉയർച്ചയും അതിന് തക്കതായുള്ള ജീവിതശൈലി എന്നതിൽ നിന്നും ഭൗതികമായ ജീവിതസുഖങ്ങൾ അനുഭവിക്കണം എന്നതിലേക്ക് മനുഷ്യൻ്റെ ചിന്തകൾ മാറിപ്പോയി. പക്ഷേ എത്ര ഭൗതികമായ നേട്ടങ്ങൾ കരസ്ഥമാക്കിയാലും സ്വഭാവ ഗുണങ്ങൾ ആസുരീ സമ്പത്തിയുടെ അധികരണമാണെങ്കിൽ വ്യക്തിപരമായ സംതൃപ്തിയും സമാധാനവും സുഖവും ഒരു മരീചികയായി തന്നെ തുടരും. ദളിതരുടെയും പിന്നാക്കങ്ങളുടെയും ഉന്നമനമാണ് സാമൂഹ്യനീതി എന്ന് പറയപ്പെടുന്ന കോൺസെപ്റ്റിൻ്റെ ലക്ഷ്യമെങ്കിൽ ബ്രാഹ്മണരെ വിദ്വേഷിച്ച് ബ്രാഹ്മണ്യത്തിൻ്റെ തിരസ്കരണമല്ല വേണ്ടത്, മറിച്ച് ബ്രാഹ്മണ ഗുണകർമ്മ വിശേഷങ്ങൾ മാനദണ്ഡമായി ധരിച്ച് ആ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയരുവാനാണ് ഓരോ വ്യക്തിയും ശ്രമിക്കേണ്ടത്. സ്വവാസനകൾ നിമിത്തം ഇതിന് ജന്മങ്ങൾ തന്നെ വേണ്ടിവരുമെന്നാണ് സനാതന ധർമ്മശാസ്ത്രം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. ക്ഷമ, കൃതജ്ഞത എന്നീ രണ്ട് കാര്യങ്ങൾ ഇന്ത്യയിലെ ദളിത് സമൂഹത്തിനുണ്ടെങ്കിലേ ഭാവിയിൽ അവർക്ക് പ്രാരാബ്ധങ്ങളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം ലഭിക്കുകയുള്ളൂ. അല്ലാതെ രാഷ്ട്രീയക്കാരും വിവിധ സർക്കാരുകളും മുൻപോട്ട് വയ്ക്കുന്ന സാമൂഹ്യനീതി എന്ന അസംബന്ധം ഒരു വ്യക്തിക്കും ആത്യന്തികമായി ഉപകരിക്കില്ല. RSSൻ്റെ പ്രാണൻ അഥവാ പ്രാണങ്ങൾ എങ്ങനെ തല്ലിക്കെടുത്തണമെന്ന് ബംഗളൂരുവിൽ താമസമാക്കിയ യുവതിയായ TP സീതാലക്ഷ്മി പറയുന്നത് ഈ വീഡിയോയിൽ കാണാം. സീതാലക്ഷ്മിയുടെ വീഡിയോ യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ടത് 2025 ഒക്ടോബർ ആദ്യവാരത്തിലാണ്. ഹിന്ദുക്കളുടെ കുത്തക RSSനാണെന്ന് അവർ പറയുന്നു. ഇത് ഉടയ്ക്കാനുള്ള പ്രചാരണ തന്ത്രങ്ങൾ ഈ വീഡിയോയിൽ അവർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. RSSന് 3 പ്രാണങ്ങളുണ്ട്. അവയിൽ ഒന്നാമത്തേത് വർണ്ണാശ്രമധർമ്മവും, രണ്ടാമത്തേത് മനുസ്മൃതിയും, മൂന്നാമത്തേത് ആര്യൻ ഔന്നത്യവുമാണ്. ദാറ്റ് ഈസ് ആര്യൻ സുപ്രീമസി. ഈ 3 പ്രാണങ്ങളെയും തല്ലിക്കെടുത്തിയാൽ RSSനെ കടപുഴക്കാം എന്നാണ് സീതാലക്ഷ്മി പറയുന്നത്. സീതാലക്ഷ്മിയുടേതല്ല ഈ പദ്ധതി. കാലങ്ങളായി കർണാടകത്തിൽ അധികാരത്തിലുള്ള കോൺഗ്രസ് സർക്കാർ പത്മശ്രീ നൽകി ആദരിച്ച ഒരു ദളിത് സാഹിത്യകാരൻ്റെ പുസ്തകത്തിലുള്ള വിവരങ്ങളാണ് സീതാലക്ഷ്മി പങ്കുവച്ചത്. അടുത്തത് ഈ പ്രാണങ്ങളെ തകർക്കാനുള്ള അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള തന്ത്രവും സീതാലക്ഷ്മി പറയുന്നുണ്ട്. RSSൻ്റെ 3 പ്രാണങ്ങളും ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നതല്ല, മറിച്ച് 3% മാത്രമുള്ള ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രം തുടിക്കുന്നതാണ് ആ പ്രാണങ്ങൾ എന്നാണ് സീതാലക്ഷ്മി പറഞ്ഞു വയ്ക്കുന്നത്. RSS ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെയല്ല, മറിച്ച് ബ്രാഹ്മണരെ മാത്രമാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന ആഖ്യാനം ചമച്ച് പ്രചരിപ്പിച്ചാൽ ഹിന്ദു സമൂഹം RSSൽ നിന്ന് അകലുകയും RSS മരിച്ചു വീഴുകയും ചെയ്യുമെന്ന തന്ത്രമാണ് സീതാലക്ഷ്മിയും കൂട്ടരും മുമ്പോട്ട് വയ്ക്കുന്നത്. ഭാരതത്തിൻ്റെ സാംസ്കാരിക ഔന്നത്യവും അധിനിവേശ ചരിത്രങ്ങളും പരിഗണിക്കാതെയുള്ള തീർത്തും നീചമായ പ്രചാരണത്തിലാണ് ദേശവിരുദ്ധ ശക്തികൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഈ കുപ്രചരണത്തെ നമ്മൾ പ്രതിരോധിച്ചേ മതിയാവൂ. ജയ് ഹിന്ദ്.